വീഡിയോയിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇസ്രയേലിലെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. അപ്പോൾ അതിൽ ഗാസയിൽ നല്ല രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട്. ഗാസയിൽ അതായത് ഈ വേൾഡ് സെൻട്രൽ കിച്ചൺ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്കൊക്കെ അവിടെ പാചകം ചെയ്ത് ഈ ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഗാസയിലുള്ള ജനങ്ങൾ പട്ടിണിയാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ ഒരു കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെർവ് ചെയ്യുന്നുണ്ട്, ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അവിടെ. അപ്പൊ അങ്ങനെ സെർവ് ചെയ്യുന്ന ടീമിൽ അപ്പൊ ആ കിച്ചണിൽ തന്നെ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരിൽ 62 പേരെയാണ് ഈ തീവ്രവാദ ബന്ധമുണ്ടെന്ന് IDF സസ്പെക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇനി ഇത് എത്ര ഇസ്രായേൽ ശ്രമിച്ചാലും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വളരെ തീവ്രമായിട്ടുള്ള നടപടികൾ എടുക്കുന്നത്. ജബാലിയ ഭാഗത്ത് ഇന്ന് രാവിലെ തന്നെ ഒരു ബിൽഡിംഗ് അടിച്ച് തകർത്ത് ഇട്ടിട്ടുണ്ട്. ഇതുപോലുള്ള അറ്റാക്കൊക്കെ നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ. ആ രീതിയിലുള്ള അറ്റാക്കാണ്. ഒരു ബിൽഡിംഗ് ഒറ്റയടിക്ക് അങ്ങ് തകർത്ത് കളയാണ്. അത് ഒരു ബിൽഡിംഗ് അല്ല കേട്ടോ, ഒരു ഏരിയ. പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ, ഒരു ഒറ്റ ബോംബിൽ ഒരു 3-4 കിലോമീറ്റർ സറൗണ്ടിങ്ങിലാണ് അതിന്റെ ഒരു ഇമ്പാക്ട്. നോർത്ത് ഗാസയിൽ ജബാലിയ ഭാഗത്താണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ ബിൽഡിംഗ് അവിടെ, അതായത് ഈ ഗാസയിലെ മിക്ക ബിൽഡിങ്ങുകളും ഇനിയിപ്പം അവിടെ റീകൺസ്ട്രക്ഷൻ ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം അമ്മാതിരിയുള്ള അറ്റാക്കുകളാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഈ നെബിൾസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ് കേട്ടോ. ഈ വെസ്റ്റ് ബാങ്ക് ഭാഗത്ത് നിരന്തരം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയാണ് കുറെ റെജിമെന്റുകൾ, അതായത് കുറെ ബ്രിഗേഡ് റെജിമെന്റുകൾ അവിടെയാണ് ഉള്ളത്. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന കുറെ ബ്രിഗേഡ് റെജിമെന്റ്സ് അവിടെ ഉണ്ട്. നെബിൾസ് ഭാഗത്ത് വെറുതെ നടന്നുപോയ ആൾക്കാർക്കെതിരെ ഷൂട്ടിംഗ് ഉണ്ടായി. അപ്പൊ അത് അങ്ങനെ പാലസ്തീനിയൻ ഗവൺമെന്റിനെ കണ്ടെത്തി പിന്നെ അവിടെ ഒരു അറ്റാക്ക് ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവരെല്ലാം തീവ്രവാദപരമായ നടപടികൾ മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ. പിന്നെ അടുത്തൊരു വിഷയം പറയാനുള്ളത് പറഞ്ഞാല് ഈ സിറിയയിൽ പുതിയതായിട്ട് വരുന്ന ആ ഒരു ഭരണകൂടം, അതിനെക്കുറിച്ച് പല പല അഭിപ്രായങ്ങളാണ്. ഞാൻ ത്രൂ ഔട്ട് മീഡിയയിൽ മൊത്തം നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച്, അതായത് ഒരു മെജോറിറ്റി ആൾക്കാർ അതിനെക്കുറിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് ഇടുന്നത്. കാരണം ഈ വന്ന് കയറിയിരിക്കുന്ന ആ പുതിയ ജൊലാനി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, ജൊലാനി അങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്. ഈ ഗൊലാനി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി പറയുന്ന പറഞ്ഞാൽ ഒരുപാട് റിഫോർമേഷൻസും ഭയങ്കര മോഡറേറ്റ് ആയിട്ടുള്ള ചിന്താഗതികളൊക്കെയാണ് മുന്നിൽ വെക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവാഞ്ഞിട്ടാണ്. അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിൽ ഒരു റൂളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. അവരും ഈ ഭരണം പിടിച്ചെടുത്ത സമയത്ത് അവർ കുറെ റിഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പെണ്ണുങ്ങളെ സ്കൂളിൽ വിടുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് തന്നെയാണ് സംഭവം. ഇവരിങ്ങനെയൊക്കെ പറയും. ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ജസ്റ്റ് ഒന്ന് പൊസിഷനിൽ കയറി ഇരിക്കുന്നേ ഉള്ളൂ, ഇവർ സ്റ്റേബിൾ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഒരു പ്രകടന പത്രിക എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ഇവരുടെ ആശയം എന്താണ്, ഇവർ ഏത് കോൺസെപ്റ്റിലാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും ജനങ്ങൾക്ക്. അപ്പൊ അതിന് ഇവർ കൊടുക്കുന്ന ചെറിയ ഈ ബിസ്ക്കറ്റ് പോലത്തെ ഐറ്റങ്ങളാണ് ഈ വക ഈ മോഡറേറ്റ് ആയിട്ടുള്ള ചിന്താഗതി, ഈ വസ്ത്രധാരണ, ലിബറൽ ആയിട്ടുള്ള വസ്ത്രധാരണ, അതേപോലെ ഭയങ്കര മോഡറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ വെക്കുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തീവ്രവാദികളാണ്. നമ്പർ 1. അമേരിക്കയുടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് പുള്ളി വന്നിരിക്കുന്നത്. ഇതാണെന്നൊക്കെ പല രീതിയിലുള്ള പിന്നെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ വാർത്തകളൊക്കെ പല ഇതിലും ഞാൻ കാണുമ്പോഴത്തേക്കും അതിന്റെ തക്കതായിട്ടുള്ള പ്രൂഫുകളൊന്നും ആരും എവിടെയും ഡിസ്പ്ലേ ചെയ്യുന്നില്ല കേട്ടോ. ഞാനും ഇത് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ അങ്ങനെ അമേരിക്കയുമായിട്ടുള്ള ഒരു കണക്ഷൻ എക്സ്പോസ്ഡ് ആവുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷനും എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത്, ഇവരവിടെ ഒരാള് തക്ബീർ ആണ് വിളിക്കുന്നത്. തക്ബീർ വിളിക്കുമ്പോഴത്തേക്കും ഒരു സമൂഹം ഒത്തുകൂടി ഒരാളെ വധിക്കാൻ മുന്നോട്ട് വരുന്നെങ്കിൽ അവരുടെ ആശയം എന്തായിരിക്കും? അവർക്ക് ഒരു പൈസ ഒന്നും വേണ്ട, അവർക്ക് വേണ്ടത് ഈ തക്ബീറാണ്. ഈ തക്ബീർ വിളിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഒത്തുകൂടി ഇങ്ങനെ വന്ന് ഒരു റെജിമെന്റ് ആയിട്ട് ഉണ്ടായി പെട്ടെന്ന് ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ടൊക്കെ മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ആശയം എന്തായിരിക്കും? അത് ഞാൻ പ്രേക്ഷകർക്ക് തന്നെ വിടുകയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അതെന്താണെന്നുള്ളത്. ഇത് പക്കാ തീവ്രവാദ ഇടപാടാണ്. ബറാക് ഒബാമയുടെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ വെടിവെച്ച് കടലിൽ കൊണ്ട് താഴ്ത്തിയില്ലേ ആ വ്യക്തി, അതുപോലെ തന്നെ ഈ അതിനെ പിന്തുടർന്ന് വരുന്ന അതേ മൂല്യമുള്ള സംഘടനകളും അതേ ആശയങ്ങളും പിന്തുടർന്ന് വരുന്ന ഈ ആൾക്കാരെല്ലാം ഇതേ ലൈനപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഇതിൽ യാതൊരു സംശയമില്ല. അമേരിക്ക, ഞാൻ പണ്ടോട്ടേ പറയാം, അമേരിക്ക മുതലെടുക്കും. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു വിത്ത് അത് എവന്റെ തലയിൽ തന്നെ ഉണ്ടാവും. അതിനെയാണ് അമേരിക്ക മുതലെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു താലിബാനെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയതുപോലെയോ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയതുപോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ നടക്കുന്ന ഈ സിറിയയിൽ ഉണ്ടാക്കുന്ന പോലെയോ ഉള്ള ഒരു ഫോഴ്സിനെ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റാത്തത്? കാരണം എന്താണ്? വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യയുടെ തലച്ചോറിൽ ആ സോഫ്റ്റ്വെയർ ഇല്ല. അമേരിക്ക വിചാരിച്ചാലും അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബ്ലെയിം എടുത്ത് മറ്റുള്ളവരുടെ മേലിടുന്നതിൽ യാതൊരു കാര്യമില്ല. അമേരിക്ക എവിടെയും ചൂഷണം ചെയ്യും, ഉറപ്പാണ്. പക്ഷേ ആ അനുകൂല സാഹചര്യമുള്ള തലച്ചോറ് അവിടെ ഉണ്ടായിരിക്കണം. ബംഗ്ലാദേശിൽ അമേരിക്കയ്ക്ക് ആ ഒരു ജമാഅത്ത് ഇസ്ലാമി എടുത്ത ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റി. കാരണം എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയുടെ തലച്ചോറിലുണ്ട് ആ സാധനം.
ആ സാധനത്തിന് ജസ്റ്റ് ഒന്ന് സ്പാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് കയറി കത്തിക്കോളും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ വെറുതെ അമേരിക്കയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇസ്രായേലാണ് ചെയ്തത് അതിലൊന്നും കാര്യമില്ല. ഇന്നതാ ജൊലാനി കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഞങ്ങൾക്ക് ഈ സിറിയൻ റെജിമെന്റ്, അതായത് ഈ അസദിനെ വീഴ്ത്തിക്കൊണ്ട് ഈ ഒരു സിറിയയെ കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തതിൽ 2 രാജ്യങ്ങളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് തുർക്കി, 2 ഇസ്രായേൽ. ഈ 2 പേരാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എനിവേ, അത് പുള്ളി സ്വമേധയാ പറഞ്ഞാലും ഏത് രീതിയിൽ പറഞ്ഞാലും, പക്ഷേ കോമൺ വേൾഡിന് അതാണ് സ്റ്റേറ്റ്മെന്റ്. തുർക്കിക്ക് തീർച്ചയായിട്ടും തുർക്കിയുടെ നിലപാട് അറിയാലോ. കുർദിസ്ഥാൻ എന്ന് പറഞ്ഞൊരു മേഖല സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓട്ടോണമസിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം. അത് കാരണം കുർദിസ്ഥാൻ ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് മാറുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വിഭജിക്കപ്പെടുന്നത് തുർക്കി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തുർക്കിക്ക് ആ ഒരു കൺസേൺ അവിടെ ഉണ്ട്, പേടി. രണ്ടാമത്, തുർക്കി ആസാദിനും എതിരാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് തുർക്കി ഈ ഒരു സംഘടന, ഇത് ഗോലാനിയുടെ സംഘടനയെ സപ്പോർട്ട് ചെയ്തത്. ഇനി ഞാൻ ഈ ഗോലാനിയുടെ സംഘടനയെ കുറിച്ച് തന്നെ പറയാം. ഈ ഗോലാനിയുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഇയാൾ 2017 ഈ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. മൾട്ടിപ്പിൾ സംഘടനകൾ ഇയാള് മൾട്ടിപ്പിൾ സംഘടന ഇതിന്റെ യഥാർത്ഥ സംഘടനകൾ ഉണ്ടല്ലോ, ഈ നമ്മൾ പറഞ്ഞ ഒസാമയുടെ സംഘടനകൾ, ആ സംഘടനയിൽ തന്നെയാണ് ഇതിന്റെ എല്ലാം ഇങ്ങനെ മാറി മാറി വന്നിരിക്കുന്നത്. പിന്നെയാണ് മറ്റേ 2 ഐയും 2 എസും ഉള്ള സംഘടന വരുന്നത്. ആ സംഘടന വരുമ്പോഴത്തേക്കും അത് സിറിയയിൽ വന്ന് പല രീതിയിൽ വിഭജിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പൊ ആ സംഘടന എവിടെയാണ്? ഇപ്പൊ അവിടെ ടെന്റിനുള്ളിൽ മാത്രമേ ഉള്ളൂ ആ സംഘടന. കുറെ പെണ്ണുങ്ങളും അവർ കുറെ പ്രസവിച്ച് വെച്ചിരിക്കുന്ന കുറെ കുട്ടികളും വളരെ ദാരിദ്ര്യത്തിൽ വളരെ ദയനീയ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ടെന്റിന്റെ ഇമേജ് ഒക്കെ ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ദയനീയമായി ജീവിച്ചുകൊണ്ടിരിക്കണം. അവിടെ ആണുങ്ങളൊന്നും കാണാനില്ല. ഈ 2 ഐയും 2 എസും ഉള്ള സംഘടനകളിൽ ചേരാൻ പോയവന്മാരൊക്കെ എവിടെ പോയി? എല്ലാവരും മരിച്ചുപോയോ? ഇല്ല. ഈ സംഘടനകളൊക്കെ ഈ 2 ഐയും 2 എസും ഉള്ള സംഘടനയായിട്ട് നമ്മളിങ്ങനെ അതിന്റെ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകാരം കിട്ടുന്നില്ല. അതിനെ ഒരു തീവ്ര നിലപാടുള്ള ഒരു സംഘടനയായിട്ട് കാണുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഈ ടാക്ടിക്സ്, അതായത് പല രീതിയിൽ ഇങ്ങനെ വിഭജിക്കാം എന്നുള്ള രീതിയിൽ പല സംഘടനകളായിട്ട് മാറ്റിക്കൊണ്ടാണ് ഇവർ പല രൂപത്തിൽ പൊട്ടിമുളച്ച് വന്നിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമില്ല, എത്ര സംഘടനയായാലും ഇതിന്റെ ആശയം ഒന്ന് തന്നെയാണ്. പല സംഘടനകളായിക്കോട്ടെ, ഇതിന്റെ ആശയം ഒന്ന് തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കേരളത്തിൽ നോക്ക്, ഇവർക്ക് സംഘടന ഉണ്ടാക്കാൻ ചെറിയ ചെറിയ റീസൺ മതി. ഇവിടെ SK ഉണ്ട്, SSFK ഉണ്ട്, EK സുന്നി ഉണ്ട്, മുജാഹിദ് ഉണ്ട്. ഇങ്ങനെ പല മുജാഹിദിൽ തന്നെ പല കാറ്റഗറി. അത് ചെറിയ ചെറിയ റീസൺ മതി സംഘടന ഉണ്ടാക്കാൻ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വൃത്തിയാക്കൽ പ്രക്രിയയുണ്ട്. ആ വൃത്തിയാക്കൽ പ്രക്രിയയാണ് ഈ വധു എന്ന് പറയുന്നത്, അബ്ലൂഷൻ അഥവാ വധു എന്നൊക്കെ പറയുന്നത്. ഈ വധുവിനെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന നാടാണ് കേരളം. കേരളം മാത്രമല്ല കേട്ടോ, പല സംഘടനകളിലും ഉണ്ട് ഇത്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ സാഹചര്യങ്ങളിലൊക്കെ സംഘടനകൾ ആശയത്തിന്റെ പേരിൽ വിവിധ തരത്തിലുള്ള സംഘടനകൾ, പക്ഷെ ഇവരുടെ ബേസിക് ആശയം ഒന്നായിരിക്കും. അപ്പൊ അതേപോലെ ഈ ഒരു യഹൂദിനെതിരെയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു മുസ്ലിമിനും ഒബേ ചെയ്യേണ്ട ഒരു നിയമമാണ് ഈ യഹൂദിനെതിരെയുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഏത് സുന്നി ആയാലും ഷിയ ആയാലും ഏത് സെക്ട് ആയാലും ഏത് ചെറിയ ഗ്രൂപ്പ് ആയാൽ പോലും ഇവർ യഹൂദനെ എതിർക്കുന്നത്. കാരണം അത് ഫണ്ടമെന്റൽ ആണ്. അതാണ് അതിന്റെ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ല ഇവിടെ സുന്നിയോ ഷിയ ഇവരെല്ലാവരും കൂടെ വന്ന് ജെറുസലേമിൽ ചെന്ന് അടി ഉണ്ടാക്കുന്നുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. അപ്പൊ ഇവര് ശക്തി പ്രാപിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ സ്ഥലങ്ങളിൽ പോയിട്ട് ക്ലെയിം ചെയ്യുകയാണ്. അതായത് ഈ ജെറുസലേം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ യഹൂദ സ്ക്രിപ്ചറുകളിലൊക്കെ പലതവണ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ജെറുസലേം ടെമ്പിൾ എന്നും ആ ടെമ്പിൾ മൗണ്ട് എന്നും അവരുടെ കാര്യങ്ങളൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് 1400 വർഷത്തിന് മുമ്പാണ് ഈ ഒരു ക്ലെയിം, ഇസ്ലാമിന്റെ ക്ലെയിം അവിടെ വരുന്നത്. അപ്പൊ ഇത് തന്നെ കോമൺ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥലം വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇന്നലെ വിമത ഗ്രൂപ്പ് സിറിയയിൽ നിന്ന്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പുതിയ ഗ്രൂപ്പ് അസാദിനെ താഴെ ഇറക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ 2017 ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിനകത്ത് പല ചെറിയ ഇത്തിൽക്കണ്ണികൾ പോലത്തെ പല സംഘടനകൾ കൂടിച്ചേർന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഓരോ സംഘടനയ്ക്കും ഒരു ആശയമുണ്ട്. അതിൽപ്പെട്ട ഒരു സംഘടനയാണ് ഇന്നലെ ഗാസയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ജെറുസലേമിലേക്ക് നടക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഷൗട്ട് ചെയ്തത്. അല്ലാതെ ഇത് മെയിൻ സ്ട്രീം ആയിട്ട് ആ ഒരു ഗോലാനി നയിക്കുന്ന ആ ഒരു മേജർ സ്ട്രീമിൽ നിന്ന് വന്ന ഒരു ഐഡിയോളജി അല്ല ഇത് താഴെത്തട്ടിലുള്ള. ഇനിയിപ്പോ ഇതിനെ പിന്തുണയ്ക്കുന്ന ഇപ്പൊ ഇവർ പറഞ്ഞല്ലോ, അതായത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഗാസയിൽ വരും, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ ജെറുസലേമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞില്ലേ. ആ കൊലവിളി നടത്തിയ ആൾക്കാരുടെ കൂടെ ചേരാൻ ഇനി ഇതിൽ കുറെ സംഘടനകൾ ഉണ്ടാവും. ഇവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊരു സ്ഥലം പിടിച്ചെടുത്തു, നമ്മൾ ഇനി ഇവിടെ ഭരിക്കാം, അങ്ങനെയല്ല. ഇവർക്ക് നിരന്തരം ഈ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണം, മരിച്ചുകൊണ്ടേയിരിക്കണം. ഇത് തന്നെയാണ് സംഭവം. അപ്പൊ ഇതിങ്ങനെ നടക്കും. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ ക്ലിയർ മുദ്ര അടിച്ച് ഇവര് വളരെ ക്ലീൻ ആണ്, നീറ്റ് ആണെന്ന് പറഞ്ഞാലും ഐഡിയോളജി തലയിലുണ്ടോ, ഇമാതിരിയുള്ള തീവ്രവാദപരമായിട്ടുള്ള ഐഡിയോളജി തലയിലുണ്ടോ, അത് നശിക്കും. ഇനിയിപ്പോ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇസ്രായേൽ ചെയ്ത ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം. ഇസ്രായേൽ ഇന്നലെ തുർക്കിയുടെ ബോർഡർ വരെ ചെന്ന് അറ്റാക്ക് ചെയ്തു, എയർ സ്ട്രൈക്ക്.
അത്രയും പവർഫുൾ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ആർമി. കാരണം ഈ ഒരു ഇസ്രായേൽ സിറിയയിൽ ഇപ്പൊ ഈ ഗോലാൻ ഹൈറ്റ്സിൽ പോയിട്ട് ഇത്രയും ഡോമിനേറ്റ് ചെയ്തില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ഡ്രൂസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഗോലാൻ ഹൈറ്റ്സ് ഇത്രമാത്രം സെക്യൂർ ആയിട്ട് ഇസ്രായേൽ നിലനിർത്താനുള്ള കാരണം. കാരണം അവിടെ പിന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റി അല്ല അവിടെ ഉള്ളത്, അവിടെ ഡ്രൂസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഗോലാൻ ഹൈറ്റ്സ് സെക്യൂർ ആക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് അതായത് യഹൂദന്മാർ മാത്രമല്ല അവിടെ കെട്ടിപ്പണഞ്ഞ് ജീവിക്കുന്നത്, അവിടെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ അവിടുത്തെ ഒരു ഡെമോക്രസിയും അവിടുത്തെ ഒരു ലാൻഡിന്റെ നാച്ചറൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതായത് ഇസ്രായേലിന് വളരെ കൃത്യമായിട്ട് അറിയാം യുവമാര് തീവ്ര നിലപാടുള്ള ആൾക്കാരാണ്. യുവമാരുടെ കയ്യിൽ ഈ ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ പണി വരും. യുവമാരുടെ കയ്യിൽ ആയുധം കൊടുത്തു കഴിഞ്ഞാൽ യുവമാരെ വെച്ചുകൊണ്ട് വെളിയിലിരിക്കുകയും യുവമാർക്ക് സാധാരണ ഒരു AK-47 കയ്യിലുണ്ടെങ്കിൽ തന്നെ യുവമാർ വീട്ടിൽ കുത്തിയിരിക്കത്തില്ല. അത് വെറുതെ എങ്കിലും ആകാശത്തോട്ട് വെടിവെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് യുവമാർ. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അറിഞ്ഞ ഇസ്രായേൽ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടു പോകുമ്പോഴത്തേക്കും ആ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ചെയ്തു കൊടുത്ത ഒരു കാര്യമുണ്ട്. അതൊരു മിസ്റ്റേക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ, അവിടുത്തെ ആയുധങ്ങളൊക്കെ വിട്ടിട്ട് പോയത്. ആ പരിപാടി ഇസ്രായേൽ ചെയ്യരുതെന്ന് പറഞ്ഞ് ദീർഘവീക്ഷണം കൊണ്ടാണ് കൃത്യമായി അസാദ് പോയ ഉടൻ തന്നെ ആ രാത്രി തന്നെ അറ്റാക്ക് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 320 അറ്റാക്ക് 24 മണിക്കൂറിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവോ? 320 അറ്റാക്ക്. അത്രമാത്രം ബ്രേവ് ആണെന്നേ. കൃത്യമായ ഇസ്രായേലിന് അറിയാം അസാദ് റെജിം വീണിരിക്കുന്നു. അസാദ് വീണത് കൊണ്ട് തന്നെ റഷ്യ അവിടെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കത്തില്ല. ഇറാൻ അവരുടെ 4000-ൽ പരം സോൾജേഴ്സിനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇസ്രായേൽ കൃത്യമായി കയറി അടിക്കുന്നു. ഇത് വളരെ കൃത്യമാണ്. ഇത്രയും കാൽക്കുലേറ്റ് ആയിട്ട് ഈ IDF-നെ കൊണ്ട് മാത്രം ഇത് സാധിക്കുന്നതാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ഇസ്രായേലിന്റെ ഈ സമീപകാല ചരിത്രത്തിലൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പുള്ളി കോടതിയിൽ ക്രിമിനൽ കേസും ഇതൊക്കെ നേരിടുന്നുണ്ട്, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോധം അയാൾക്കുണ്ട്. ഇന്നലെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രിമിനൽ കേസൊക്കെ കെട്ടിച്ചമച്ചതാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും അത് കോടതിയിൽ തന്നെയാണ് ആ വിഷയമുള്ളത്. അതിന്റെ തീരുമാനങ്ങൾ എന്തായാലും ആയി വരട്ടെ. നെതന്യാഹുവിന് അതിനൊരു ക്ലീൻ ഷീറ്റ് അനിവാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. കോടതിയിൽ പോലും ബ്രേക്ക് ടൈം എടുത്ത് യുദ്ധത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് പിന്നെ വീണ്ടും പോയി ടെസ്റ്റിമോണി കൊടുക്കുന്ന അവസ്ഥയിൽ നെതന്യാഹു ഉള്ളത്. അപ്പൊ ഇതിന്റെ തെളിവായിട്ട് ഈ ഒരു ഗോലാനി റെജിമെന്റ് ഈ സഖ്യകക്ഷികളായിട്ടുള്ള ഇവരുടെ സംഘടനയിൽ ചേർന്നിരിക്കുന്ന ആൾക്കാരില്ലേ, അതായത് 2 2 ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഓൾറെഡി തന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിപ്പിക്കാനും അതുപോലെ തന്നെ പല രീതിയിലുള്ള മാനുഷിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഓൾറെഡി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചെറിയ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഞാനിവിടെ കാണിക്കാം, നിങ്ങൾ കണ്ടാൽ മതി. അല്ല മറ്റുള്ളവർ പറയുന്ന പോലെ അവിടെ സിറിയയിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സമാധാനപൂർവ്വം നടക്കുന്നതല്ല. സിറിയയിൽ നല്ല രീതിയിലുള്ള ഉപദ്രവകാരികളായിട്ടുള്ള ഈ ഒരു പുതിയ ഭരണകൂടം അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി സിറിയ ശരിക്കും പറഞ്ഞാൽ അശാന്തിയുടെ ദിവസമായിട്ട് മാറാൻ പോകുന്നേ ഉള്ളൂ. ഈ പറയുന്ന പോലെ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇയാൾ വന്നവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇനി എല്ലാം ഗോലാനി അങ്ങ് നോക്കിക്കോളും, ഗോലാനി ഇനി അങ്ങ് സിറിയയെ അങ്ങ് പർദീസയാക്കി മാറ്റും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ തീവ്രവാദപരമായ നിലപാട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആർക്കോ വേണ്ടി, കണ്ണിൽ പോലും കാണാത്ത ഒരാൾക്ക് വേണ്ടി അയാളുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞ് കുറെ ആശയങ്ങൾ തലയ്ക്കകത്ത് കയറ്റി അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൊള്ളുന്ന, അതിന് മൂലം മനുഷ്യജീവനുകളെ കുരുതി കൊടുക്കുന്ന ഇതുപോലത്തെ ഐഡിയോളജികൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തരെ കൊണ്ടും രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. സമാധാനപൂർവ്വം ഭരിക്കാൻ പറ്റത്തില്ല. അല്ല അറഗൻസ് ആയിട്ട് ഭരിക്കാം. ഇപ്പൊ അസാദ് ഭരിക്കേണ്ടായി. അസാദിന്റെ ജയിലിന്റെ ഉള്ളിൽ അവിടെ അറവുശാല നടത്തിയിരുന്നാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അയാളുടെ മരുന്ന് കച്ചവട കേന്ദ്രങ്ങൾ ഏതാണ്, മറ്റേ മരുന്ന്, അതൊക്കെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ രീതിയിലുള്ള അഴിഞ്ഞാടിയ ഒരു ഭരണകൂടമായിരുന്നു അവിടെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇയാൾ മാത്രമല്ല, ഇയാളുടെ ഫാദറും ഇതേപോലെ അറവുശാലകൾ നടത്തിയിരുന്നാണ് അറിയാൻ പറ്റുന്നത്. സിറിയയുടെ കാര്യം അവിടെ ഡെയിലി നിങ്ങൾക്ക് അവിടെ പുതിയ ചേഞ്ചസ് ആയിരിക്കും ഇനി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ബംഗ്ലാദേശിന്റെ കാര്യമാണ്. ഇന്നലെ ഞാനൊരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഒരു ഈ BNP പാർട്ടിയിലുള്ള ഒരു എക്സ് സർവീസ് മാൻ ആയിട്ടുള്ള ഒരാള്, ബംഗ്ലാദേശിന്റെ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു എക്സ് സർവീസ് മാൻ, ആർമിയിൽ നിന്നൊക്കെ ചെറിയ പ്രായത്തിൽ റിട്ടയർഡ് ആവുമല്ലോ, അപ്പൊ ആ ഒരു സർവീസ് കഴിഞ്ഞ ഒരു എക്സ് സർവീസ് ആയിട്ടുള്ള ആള് പറഞ്ഞിരിക്കുകയാണ്. അയാൾ പറഞ്ഞതാണ്, ഏതാണ്ട് 5100 ബറ്റാലിയൻസിന് തന്നു കഴിഞ്ഞാൽ ഞാൻ ബീഹാർ, കൊൽക്കത്ത, അസാം റൈഫിൾസ്, ത്രിപുര ഇത്രയും സ്ഥലങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയുടെ. അമ്മാതിരി കപ്പാസിറ്റി എനിക്കുണ്ട്. ഞാൻ പറഞ്ഞാൽ 20 ലക്ഷം ആൾക്കാർ സ്വമേധയാ വന്ന് യുദ്ധത്തിൽ പങ്കെടുക്കും. ബംഗ്ലാദേശികളായിട്ടുള്ള 20 ലക്ഷം ആൾക്കാർ വന്ന് പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റേ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവരെ ഇപ്പൊ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി അവിടെ വലിയ കോലാഹലമാക്കിയല്ലോ. അപ്പൊ അതുപോലെ ഇന്ത്യക്കകത്ത് വന്ന് ഇങ്ങനെ ഒരു മോബ് അങ്ങ് നടത്തി അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്ത് പോയി കളയാമെന്നുള്ള രീതിയിലാണ് അയാൾ ഡയലോഗ് ഇട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലൂസ് ടോക്ക്. ഈ ലൂസ് ടോക്ക് കൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഏതാണ് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വ്യക്തിപരമായിട്ട് ഒരു ലേഡി, അവർ ഇത്രയും റിസല്യൻസ് പവർ ഉള്ള ഒരു ലേഡി ആയിട്ട് എനിക്ക് പണ്ടോട്ടെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഇപ്പൊ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, ജയലളിത ആയിക്കോട്ടെ, ഇവരെല്ലാം ഇതേപോലെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്.
ഇപ്പൊ ഈ മമതാ ബാനർജി വളരെ ശക്തിയായിട്ട് ഇന്ത്യക്കുള്ളിൽ പൊളിറ്റിക്കൽ രീതിയിൽ ഞങ്ങൾ പല രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ എതിർത്തോണ്ടല്ല ഇവിടെ കൊൽക്കത്തയിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഭരണം നടക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്ത് പറയുന്നു അതനുസരിച്ചിട്ടാണ് ഇവിടെ ഭരണം നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഭാഷാ രീതിയിലുള്ള ഒരു വേർതിരിവ് കാണിച്ചുകൊണ്ട് വെസ്റ്റ് ബംഗാൾ ഏതാണ്ട് ബംഗ്ലാദേശിന്റെ ആണെന്നുള്ള വിചാരത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനമില്ലേ, അതിന് നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ് മമതാ ബാനർജി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ കൈ എന്ത് വെറുതെ ഇരിക്കുമോ എന്നുള്ള നിലയിലാണ് മമതാ ബാനർജി അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, യുവന്മാരെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു ലൂസ് സ്റ്റോക്ക് ഇല്ലേ, ഈ ലൂസ് സ്റ്റോക്ക് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വളരെ കെയർഫുള്ളി തന്നെ ഇത് എടുത്തുകൊണ്ട് ഈ ബോർഡർ സെക്യൂരിറ്റി, അതായത് ബി എസ് എഫിന്റെ ആൾക്കാരെ സീറോ ലൈനിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. സീറോ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സീറോ ലൈൻ എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മളുടെ ബോർഡർ അവരുടെ ബോർഡർ രണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ തമ്മിൽ ആക്ച്വലി ഒരു 120 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ നടുഭാഗത്തായിട്ട് ഒരു ബഫർ സോൺ ഉണ്ട്, അത് നോമാൻസ് ലാൻഡ് എന്നാണ് പറയുന്നത്. ഈ നോമാൻസ് ലാൻഡിലാണ് കൊണ്ട് BSF നിർത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ സീറോ സോൺ എന്ന് പറയുന്നത്. ഈ സീറോ സോണിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇവൻ പറഞ്ഞ ഈ ലൂസ് സ്റ്റോക്ക് തന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ നോർമലി അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ലൈനിൽ BSF, ആദ്യം നോമാൻസ് ലാൻഡ്, പിന്നെ നമ്മുടെ ബോർഡർ ഉണ്ടാവും. ആ ബോർഡറിന്റെ ഫെൻസിങ് കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുന്നത് BSF ആണ്. BSF കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5-6 കിലോമീറ്റർ നീങ്ങിയിട്ടാണ് മിലിറ്ററി ഉള്ളത്. പിന്നെ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള അറ്റാക്കും എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഈ BSF പുറകോട്ട് വലിച്ചിട്ട് മിലിറ്ററി കയറി അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് പതിവ് സാധാരണ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ BSF സീറോ സോണിൽ നിൽക്കുകയാണെന്നുള്ളതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തികച്ചും ഒരു കൗണ്ടർ അറ്റാക്ക്, എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രൊവോക്കേഷൻ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പൊട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നടപടി എടുക്കണം. കാരണം 2022 ചൈന വന്ന് നിന്നായിരുന്നു ബോർഡറിൽ. നമ്മൾ എന്താണ് കാണിച്ചു കൊടുത്തതെന്ന് വളരെ വ്യക്തമാണ്. എന്തിനു ഭേദം ഇതേ യുവമാർ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ യുവമാർ നിലനിന്ന സമയത്ത് ഏതാണ്ട് 96,000 പേരെ പാൻസ് ഊരിയിട്ട് ജെട്ടിയോടുകൂടി നമ്മൾ പിടിച്ച് പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. ഈ ചരിത്രം അവിടെ നിലനിൽക്കുകയാണ്. ഇത് വെച്ചോണ്ടാണ്, ഇത് ഓർക്കാതെയാണ് യുവമാർ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ ശക്തി എന്താണ്, ഇന്ത്യൻ ആർമിയുടെ കരുത്ത് എന്താണെന്നുള്ളത് പല തവണ ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്. 1971 ശേഷം യുവമാർ ഏത് യുദ്ധത്തിൽ പങ്കെടുത്തെന്നാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു യുദ്ധം ബംഗ്ലാദേശ് പങ്കെടുത്തിട്ടുണ്ടോ? അവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ എല്ലാ മേഖലകളും സെക്യൂർ ആണ്. ചൈനയെ പോലെ എക്സ്പാൻഷൻ തിയറി ഒന്നും കൊണ്ടു നടക്കാത്ത ഒരു നാടാണ് ഇന്ത്യ. ആ ഇന്ത്യക്കുള്ളിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഇവന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവൻ ആ 1972 ഉണ്ടായ വാറിൽ ഈ 96,000 പാകിസ്ഥാനികളില്ലേ നമ്മൾ നിക്കറോടുകൂടി തിരിച്ചയച്ചത്, അവരുടെ അടുത്തൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഇപ്പൊ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ യൂനസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ബിൽഡപ്പിലൂടെ ഈ കഥയൊന്ന് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കണം. യൂനസിന് ഓർമ്മയുണ്ടാവും, കാരണം യൂനസിന് ആ ഒരു പ്രായം തന്നെയാണ്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ഇന്ത്യ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ പവറാണ് ഞാൻ അവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പോഴും വേണമെങ്കിലും ഇന്ത്യ അതേപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രാപ്തരാണ്, അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പ്രാപ്തരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയാതെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.